ഓക്കെ. ആ സ്വാതി, അവർ റെഡിയാ. സ്വാതി, ഐ കോൾ യു ബാക്ക്. ഓക്കെ. എന്താണ് ഇതൊക്കെ? യാത്ര പറയാൻ വന്നതാ. എത്രത്തോളം ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി അമ്മുവിന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഞാൻ കാരണം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ വിവാഹത്തിലേക്ക് പോവരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. പുതിയ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ വേണം പോവാൻ. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ഒരിക്കലും നിരാശയുണ്ടാക്കരുത്. അതാരാ പറയുന്നത് എന്നതിൽ മാത്രമേ തമാശയുള്ളൂ. ആര് വരുമെന്ന പ്രതീക്ഷയില അമ്മ ഇങ്ങനെ ജീവിതം തീർക്കുന്നത്. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ എന്തെങ്കിലും ചിന്ത തന്നെ പറ്റിയുണ്ടോ? എന്നിട്ടും അമ്മു ഇപ്പോഴും അർത്ഥമില്ലാതെ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ? ഈ താലിയുടെ കാരണം പറഞ്ഞ് അമ്മുവിന് എന്നെ ഒഴിവാക്കണം. പക്ഷേ ഇനിയുള്ള കാലം മുഴുവൻ തന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി ഈ ജീവിതം ഇല്ലാതാക്കി കളയരുത്. അമ്മു ഇപ്പൊ പറഞ്ഞവരെ ഈ വിവാഹം ഉപേക്ഷിച്ച് ഞാൻ തനിക്ക് വേണ്ടി വരാം. കാരണം എനിക്ക് തന്നെ അത്രയ്ക്കിഷ്ടം. അമ്മുവിനെ കൂടുതൽ സങ്കടത്തിലാക്കാനല്ല ഞാനിതൊന്നും പറഞ്ഞത്. അവസാനമായി ഒരിക്കൽ കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കാണാം, അല്ല കാണാതിരിക്കാം. അതെ, ഇവിടെ ഇരിക്കുന്നേക്കെ കൊള്ളാം. ചെക്കൻ വന്ന നേരെ മുറി പോണം. തമ്മില് കാണാൻ പാടില്ലാത്തതാ. ഹോ, വല്ലാത്ത ഓരോ രീതികള്. താലി കെട്ടിന് മുമ്പ് ചെക്കനും പെണ്ണും കാണാൻ പാടില്ലത്രേ. എനിക്കാണെങ്കി ഇങ്ങനെയൊന്നും ക്ഷമിച്ചു നിൽക്കാൻ പറ്റില്ല. കല്യാണ ദിവസമേ ചെക്കനെ കാണാൻ പറ്റുന്ന അവസ്ഥ വന്നാ ഞാൻ ചിലപ്പോ ശ്വാസം മുട്ടി മരിക്കും. അതിന് കോളേജിൽ പഠിക്കുമ്പോ തന്നെ സെറ്റായ ആളെ അങ്ങനെ കാണാൻ പാടുള്ളൂ എന്ന് ഏതെങ്കിലും ജോത്സ്യം പറയോ? ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ നേരിടുന്നത് ചിലപ്പോ നല്ലതിനായിരിക്കും. ഈ വിവാഹം നന്നായി നടക്കാൻ ദൈവം നിശ്ചയിച്ച വഴിയാവൂത്. മനസ്സുകളെ കൂടുതലെടുക്കാൻ ചിലപ്പോ ഈ കാത്തിരിപ്പൊരു കാരണമായാലോ. ഉവ്വ്, ഇവിടെ അടുപ്പം അല്പം അധികമായോന്നുള്ള സംശയമുള്ളൂ. ചിലര് കുറച്ചു നാളായി അനുഭവിക്കുന്ന വീർപ്പുമുട്ടലുകള് ഞാൻ നേരിട്ട് കാണുന്നതല്ലേ. മാനത്ത് നോക്കി നിൽക്കുന്നു, എന്തൊക്കെയോ എഴുതുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്റെ ചേച്ചി കവിയാവുന്ന വരെ എനിക്ക് തോന്നുന്നുണ്ട്. മിണ്ടാതിരുന്നേ, കുറച്ച് കൂടുന്നുണ്ട്. അവന്തികെ, ആ കുട്ടിയുടെ സന്തോഷം കാണുമ്പോ എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. എന്റെ സ്വാർത്ഥത കാരണം അവളുടെ ഈ ചിരി മാഞ്ഞുപോയാൽ ഒരിക്കലും എനിക്ക് സ്വസ്ഥത കിട്ടില്ല. സച്ചിക്ക് ഈ കല്യാണത്തിന് സമ്മതം തന്നെയല്ലേ? അവനെത്താനുള്ള താമസം കാണുമ്പോ എനിക്കെന്തോ. അച്ഛൻ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല. അവൻ പൂർണമായും ഈ വിവാഹത്തിന് തയ്യാറാണോന്ന് ചോദിച്ചാ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ നുണ പറയില്ല. കല്യാണം കഴിഞ്ഞ് പതുക്കെ മാറാവുന്ന കുഞ്ഞു കുഞ്ഞു തടസ്സങ്ങൾ മാത്രമേ അവന്റെ മനസ്സിൽ ഇപ്പോ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് ശരിയായിക്കോളൂ. അവനും ഈ കുടുംബത്തിനും നല്ലത് വരാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അർച്ചനെ പോലൊരു നല്ല പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മരിക്കുമ്പോഴും എനിക്ക് സമാധാനം ഉണ്ടാവും. പക്ഷേ ഈ വിവാഹം കാരണം ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടായാൽ ഈശ്വരന്റെ മുമ്പിൽ ഞാൻ എന്നും തെറ്റുകാരനാവും. എന്ത് ദുഃഖം ഉണ്ടാവാൻ അച്ഛാ? അച്ഛൻ പറഞ്ഞ പോലെ അർച്ചനെ പോലൊരു പെൺകുട്ടി സച്ചിയുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും വരുന്നു എന്നതിൽ പരം ഭാഗ്യം നമുക്കൊന്നുമില്ല. ഈ വിവാഹം അതുകൊണ്ട് തന്നെ ഈശ്വര നിശ്ചയ.
ആര് വിചാരിച്ചാലും ഇതിനി തടയാനാവില്ല. ഓ, ആ ഫോട്ടോയിൽ കാണുന്നത്ര ഭംഗിയൊന്നുമില്ല. അത് സാരമില്ല. ഓരോ മനുഷ്യർക്കും അവരുടേതായ സൗന്ദര്യം ഉണ്ടാവും. അതൊക്കെ മതി. ശരീരം അധികം ശ്രദ്ധിക്കാത്ത ആളാണെന്ന് തോന്നുന്നു. ചെറിയ കൊടവയറൊക്കെ ഉണ്ട്. അത് സാരമില്ല. കുറച്ചൊക്കെ വയറ് എനിക്കും ഇഷ്ടം. അമ്പടി ചേച്ചി, അപ്പൊ ട്രൂ ലവ് ആണല്ലേ? കണ്ടില്ലെങ്കിലും അകക്കണ്ണിൽ നിറച്ചു വെക്കുന്ന ദിവ്യ പ്രേമം. കൊള്ളാം കൊള്ളാം. അതൊന്നുമല്ല, ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന ആളാണെന്ന് നേരിൽ കാണാതെയാണ് ഞാൻ ഉറപ്പിച്ചതെങ്കിലും അന്ന് മുതല് മനസ്സിനെ തയ്യാറാക്കി വെച്ചിരിക്കുക. ആളിനി എങ്ങനെയാണെങ്കിലും ഞാൻ ഓക്കെ. അങ്ങനെയാണെങ്കിലേ നല്ല ചുള്ളൻ ചെക്കന, യങ് ആൻഡ് ഹാൻസം. എന്റെ ചേച്ചിക്ക് നല്ല ചേർച്ചയാ. വേറെയും ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. വന്നയാള് ചിലരെ സ്നേഹത്തോടെ എന്താ വിളിക്കുന്നതെന്നൊക്കെ. എന്താ? അല്ല, എന്താ വിളിക്കുന്നത്? അത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മുഴുവനാക്കിട്ട് പോയിക്കൂടെ? അയ്യടി മോളെ, നല്ല ആഗ്രഹം ഉണ്ടല്ലേ കേൾക്കാൻ. സാരല്ലാട്ടോ, തൽക്കാലം മോൾ ഇത് അറിയണ്ട. ആതിരേ, ഈ രാത്രി തന്നെ അവളെ കണ്ടെത്തി എല്ലാം തുറന്നു പറഞ്ഞേ പറ്റൂ. അത് കാരണം ഇനി എന്ത് നഷ്ടമായാലും എനിക്ക് വിഷയമല്ല. ആവണിക്കുട്ടി ആ കത്ത് അദ്ദേഹത്തിന് കൊടുത്തു കാണില്ല? അതോ കത്ത് വേറെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവോ? സച്ചേട്ടൻ തന്നെയാണ് വായിച്ചതെങ്കിൽ എന്താ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവുക? ഞാൻ ഒട്ടും പക്വതയില്ലാത്ത കുട്ടിയാണെന്ന് ഓർത്തിട്ടുണ്ടാവോ? ആരെ അന്വേഷിച്ചിറങ്ങിയതാ? ഇങ്ങ് വാ. ഞാൻ സത്യത്തിൽ മോനെ കാണാൻ തന്നെ ഇറങ്ങിയതാ. അല്ല, സഞ്ജു എവിടെ? അവൻ അവിടെ. മോന്റെ മനസ്സെനിക്ക് കാണാം. അതിപ്പോ വല്ലാതെ അസ്വസ്ഥമാണെന്നും അറിയാം. ഈശ്വരനെ ഉള്ളറിഞ്ഞു വിളിച്ച ചിലപ്പോ മനസ്സൊന്ന് സ്വസ്ഥാവും. എനിക്കിതൊക്കെ പറയാനുള്ള അധികാരം ഉണ്ടോന്നൊന്നും അറിയില്ല. എന്തിനാമേ അങ്ങനൊക്കെ വിചാരിക്കുന്നേ? ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം നഷ്ടപ്പെട്ടിട്ടുള്ളത് എല്ലാം തുറന്നു പറയാനുള്ള അമ്മയൊന്നൊരിടവാ. ഇടയ്ക്കൊക്കെ വഴക്ക് പറയാനും നേർവഴി കാണിച്ചു തരാനും ഞാൻ ആഗ്രഹിച്ച കാലത്തൊന്നും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. മോനെ, മംഗലശ്ശേരിയിൽ വന്നതു മുതലാ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എനിക്ക് അങ്ങനൊരു സന്തോഷം പിന്നീട് കിട്ടുന്നത്. അതില് വലിയ പങ്കും സഞ്ജുവിനെ പോലെ തന്നെ അമ്മ എന്നെ കരുതിയെന്നതുകൊണ്ടാ. അമ്മയ്ക്കെന്നോട് എന്തും പറയാം. ഇവിടെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മോന്റെ കല്യാണം നടന്നു കാണാന്. ആരുടെയും മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും മോന്റെ ഭാഗത്തുനിന്നുണ്ടാവരുത്. എനിക്ക് മോനോട് അത്രേ പറയാനുള്ളൂ.
ഞാൻ പറഞ്ഞത് മോന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്കതെല്ലാം മനസ്സിലാവും അമ്മേ. പക്ഷേ എനിക്കും മനസ്സെന്നുണ്ടല്ലോ. എത്ര ശ്രമിച്ചിട്ടും എനിക്കതിനെ സ്വസ്ഥമാക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അർച്ചനയോട് ഒരു വട്ടം നേരിൽ സംസാരിച്ച എല്ലാം ശരിയാവുമെന്ന് ഓർത്തിട്ടാ ഞാനിപ്പോ ഇറങ്ങി നടന്നത്. അവളോട് സത്യങ്ങൾ പറഞ്ഞ ചിലപ്പോ സമാധാനം കിട്ടുമായിരിക്കും. അതോടെ ഇവിടെ വന്നിട്ടുള്ള 4 കുടുംബങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. എന്റെ പൊന്നളിയ, നിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ഞാനൊക്കെ സ്വർഗത്തിലാണല്ലോ എന്നോർത്ത് ചിരിച്ചതാ. ഇത് എന്തൊക്കെയാടാ നീയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്? പണ്ടത്തെ പ്രിയദർശൻ പടം പോലത്തെ അവസ്ഥയാണല്ലോടാ. നിനക്ക് ഇത് ഇത്ര വലിയ തമാശയാണോ? കാര്യം കുറെ തമാശ പറഞ്ഞ് ചിരിച്ചെങ്കിലും ഈ കല്യാണത്തിന്റെ കാര്യത്തില് നീ ചിന്തിച്ചതാ ശരി. അർച്ചന അവന് കിട്ടാവുന്ന ഏറ്റവും നല്ല പെൺകുട്ടിയാ. സച്ചേട്ടൻ. ഹലോ അർച്ചന, ഞാൻ സച്ചിയ. ഹലോ. പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. ഒന്നും കേൾക്കുന്നില്ലല്ലോ. മനസ്സ് നിറയെ മറ്റൊരു പെൺകുട്ടിയെ വെച്ചാണ് ഞാൻ ഈ കല്യാണത്തിന് ഒരുങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹം എന്റെ അച്ഛനെ സന്തോഷിപ്പിക്കാനും ഹലോ അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനും മാത്രമുള്ള ഒരു വഴിയാണ്. റേഞ്ചില്ലേ? അതിനപ്പുറം ഒരു ബന്ധവും ഒരു കാലത്തും നമുക്കിടയിൽ ഉണ്ടാവില്ല. ഹലോ ഹലോ. ആ പറഞ്ഞോളൂ. എന്നെ പോലെ ഒരാളെക്കാൾ നല്ലൊരു ബന്ധം അർച്ചനയ്ക്ക് കിട്ടും. അതെനിക്ക് ഉറപ്പാ. എന്തെങ്കിലും എതിർപ്പുകൾ തോന്നിയാ ഇപ്പോഴാണെങ്കിലും ഇനി വിവാഹത്തിന് ശേഷമാണെങ്കിലും തനിക്ക് തീരുമാനിക്കാം. തന്റെ ജീവിതം ചൂസ് ചെയ്യാനുള്ള അധികാരം തനിക്ക് തന്നെയായിരിക്കും. എടാ, ഇവൻ നമുക്ക് കൂടി അടി വാങ്ങി തരും മിക്കവാറും. ഹലോ, ഞാൻ പറയുന്നത് താൻ കേൾക്കുന്നില്ലേ? ഞാൻ എഴുതിയ കത്ത് കിട്ടിയായിരുന്നോ? കിട്ടി. അതുകൊണ്ട് കൂടിയാ ഇതെല്ലാം പറയാൻ ഞാൻ തീരുമാനിച്ചത്. എന്നാ അതിലെഴുതിയ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് സമ്മതമാണ്. എന്റെ ജീവിതത്തിൽ ഇനി ഒരാളെ ഉണ്ടാവും. അത് സച്ചേട്ടനാ. ഹലോ 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 ഹലോ. ഓഫായി. നീ എന്ത് പണിയാടാ ഈ കാണിച്ച? ഇതൊക്കെ അവളോട് വിളിച്ച് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എല്ലാം തീരുമാനമായിട്ടുണ്ടാവും അല്ലേ? അവൾ എന്താ പറഞ്ഞേ? എടാ, അവക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണെന്ന്. എടാ സച്ചി, അങ്ങനെ നിന്റെ അവസാനത്തെ ഡിമാൻഡ് നടന്നിരിക്കുക. ഇനി വല്ല മുടക്കം പറഞ്ഞ നിന്റെ മുട്ടുകൾ ഞാൻ തല്ലി ഓടിക്കും. അപ്പോ ഇനി ഒരു തടസ്സവും വരാനില്ല. നീ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അമ്മ. നാളെ ഞാൻ വേറൊരു വീട്ടിലേക്ക് പോവാണെന്ന്. ഞാൻ നല്ലൊരു ഭാര്യയും മരുമകളും ഒക്കെ ആവുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പിന്നല്ലാതെ. എന്റെ മോള് ആരും കൊതിക്കുന്ന ഒരു മരുമകളും ഭാര്യയും ഒക്കെ ആവും. പിന്നൊരമ്മയും. അല്ലമ്മ, അതും ഒന്നല്ല, ഒരുപാട് കുട്ടികള്. ഒരു മുറ്റം നിറയെ കുട്ടികള്. നല്ല രസമായിരിക്കും. അതേ മോളെ, നീ എന്നും സന്തോഷവതിയായിരിക്കും. ഈശ്വരൻ അനുഗ്രഹിക്കും നിന്നെ. അയ്യേ, അമ്മ കരയല്ലേ?
ഞാൻ അമ്മയെ വിട്ടുപോകുന്ന ഓർത്തിട്ടാണോ? ഞാൻ എവിടെ പോവാനാ അമ്മ? എനിക്കിങ്ങനെ എന്റെ സ്വപ്നങ്ങൾ പറയാനും കരയാനും കെട്ടിപ്പിടിക്കാനും എന്റെ അമ്മയല്ലാതെ ആരാ ഉള്ളത്? ഞാൻ വരും. അമ്മ ആഗ്രഹിക്കുമ്പോഴൊക്കെ അമ്മയുടെ തൊട്ടടുത്ത് ഞാനുണ്ടാവും. ഉറപ്പ്. അമ്മ, ഇനി അമ്മ വിഷമിക്കരുത്. അമ്മ വിഷമിച്ചാ ഞാനും കരയും. എന്റെ ഉള്ളിലെ വേദന ഞാൻ നിന്നെ എങ്ങനെ അറിയിക്കുമ്പോളെ? ഇത് അർച്ചുവിന്റെ ബാഗാണല്ലോ. സച്ചിനിലിരിക്കത്ത് ഇതിലിരിക്കട്ടെ. മുഹൂർത്തത്തിന് സമയമായി. പൂജാരിയെ കാണുന്നില്ലല്ലോ. പൂജാരി വന്നോളും, ടെൻഷൻ ആവണ്ട. നമുക്ക് പെണ്ണിന്റെ മണ്ഡപത്തിലേക്ക് വിളിക്കാം. ഇതാണോ സദ്യ തീർക്കാൻ വേണ്ടി നീ കൊണ്ടുവന്ന ആൾക്കാര്? ഇവര് വിചാരിച്ചാ ഒരു കൂട്ടുകറി പോലും തീരില്ലല്ലോ നരേന്ദ്ര. 2 തരം പായസം അടക്കം വലിയ സദ്യ ഇവരെ കൊണ്ട് താങ്ങുമെന്ന് തോന്നുന്നില്ല. ഇവരെ കൊണ്ടായില്ലെങ്കിലേ ഞാനും ഉണ്ടല്ലോ. നീ എലിയിട്ട് വിളമ്പ്, കാണട്ടെ. ഞാൻ തുടങ്ങിയാ മതിയോടാ. ചേട്ടാ, ഒരു പൂജാരി ഇതിലെ പോകുന്നുണ്ടായിരുന്നു. കണ്ടില്ലല്ലോ. ഇയാളിത് ഞങ്ങളെ പണ്ടത്തെ ആ കോളേജ് കാലം ഒന്നും കൂടി ഒന്ന് ഒരുമിച്ച് ആസ്വദിച്ച് വരികയായിരുന്നു. നല്ലൊരു ഇടി മിസ്സാണല്ലോ എന്നതേ ഇന്നലെയും കൂടി ഇവൻ പറഞ്ഞോളൂ. അതെ, എന്തായാലും ചേട്ടൻ കൃത്യസമയത്ത് വന്നോണ്ട് ആ ആഗ്രഹം സഫലമായി. മുഹൂർത്തം തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണേ.
രക്ഷിക്കണേ രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് വരണേ. തിരുമേനി വാ വാ. ഇതുവരെ എവിടെയായിരുന്നു? മുഹൂർത്തത്തിന് സമയമായി. ഓട്ടെ. എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം ഇതൊരു വലിയ തെറ്റ് തന്നെയാണെന്ന്. എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ ഭഗവാനെ. ഒരു തെറ്റും ചെയ്യാത്ത അർച്ചന എല്ലാം സമ്മതിച്ചു വന്നിരിക്കുകയാണ്. എത്രയും വേഗം ഞങ്ങളെ വേർപിരിച്ചു തരണേ. ഒക്കെ ഭഗവാന്റെ കൃപയില് ഭംഗിയായി നടന്നു. നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. നമ്മളല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നത്. തീരുമാനം നമ്മുടെ, അതെപ്പോ നടത്തിത്തരണമെന്ന് ഭഗവാൻ വിചാരിക്കണം. എല്ലാം ദൈവാധീനം പോലെ ഇരിക്കും. മോൾ ആദ്യം കൊടുക്കട്ടെ. കൊടുക്കും മോളെ, അത് കഴിഞ്ഞ് നിനക്ക് കൊടുക്കാലോ. അതെ, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ. തിരക്കുണ്ടായിരുന്നു. ഇല്ലില്ല, കഴിച്ചിട്ടേ പോകാവുള്ളൂ. മോളെ വന്നേ. എന്താ അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, അവിടെ നോക്കിട്ട് വരാം. ശരി മോളെ, മോൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. ഇനി മുതൽ ഇതാണ് മോളുടെ വീട്. എല്ലാവരും ഉണ്ട് കൂടെ. അവന്തിയേക്കാം നിന്റെ അമ്മയുടെ സ്ഥാനം. നിന്റെ ഏട്ടത്തിയമ്മ. എന്തിനാ ഇതിപ്പോ പറയുന്നേ? അർച്ചന ആദ്യം അറിയേണ്ടത് നിന്നെയാ. ഒരിക്കൽ അർച്ചനയെ പോലെ ഈ വീട്ടിലേക്ക് വലുതേറ് വെച്ച് കയറി വന്നോളാ നീയും. ഒരു മരുമകൾ എങ്ങനെ മകളാകുന്നുവെന്ന് അവന്തിയെ കണ്ടുവേണം ഇനി ഇവള് പഠിക്കേണ്ടത്. ആ സ്നേഹ, എന്തെടുത്തേ? അർച്ചനയ്ക്ക് സച്ചിയുടെ റൂമൊന്ന് കാണിച്ചു കൊടുക്കുന്നു. ഫ്രഷ് ആവാല്ലോ. ശരി, മോള് പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. വാ എടുത്തേ. അച്ഛാ, നമുക്കൊന്ന് അപ്പുറത്തേക്ക് പോയിട്ട് വരാം. സ്നേഹ, എന്റെ ബാഗ്, അതിനകത്ത ഫോണൊക്കെ. വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാ? എവിടെയാ അത്? കാറിലാ. ഞാൻ എടുത്തിട്ട് വരാം. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു മാഷേ. അതെ അതെ, ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ. അവളുടെ പഠിത്തം കൂടി ഒന്ന് കഴിയട്ടെ. സച്ചിയെ പോലെ അവൾക്ക് നല്ലൊരു പയ്യനെ കിട്ടിയാ മതിയായിരുന്നു. പതുക്കെ ആലോചിക്കാം. ശരി മാഷേ. ദേനുബേട്ട, വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ആരാ വിളിച്ചത്? നമ്മുടെ തൃപ്രയാറുള്ള ഗണേശൻ മാഷ. കല്യാണത്തിന് വരാൻ കഴിയാത്തതിന്റെ വിഷമമാണ്. അച്ഛനെ നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞേക്കാൻ കഴിഞ്ഞത് നന്നായി എന്ന് ഗണേശൻ മാഷ് പറയായിരുന്നു. ശരിയല്ലേ? നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമാണോ നെല്ലിശ്ശേരി കുടുംബം? അച്ചുവേച്ചിക്ക് ചേരുന്ന ആളാ സച്ചേട്ടൻ. കണ്ടാലേ അറിയാം പഞ്ചപാവാണെന്ന്. അല്ലേ അനുപേട്ട? അതെ, പഞ്ചപാവ. അല്ലെങ്കിലും തറവാടികളല്ലേ, അതിന്റെ കുലീനതയും പെരുമാറ്റവും ഒക്കെ അങ്ങനല്ലേ വരൂ. ആ അവന്തിയെ പോലൊരു ഏട്ടത്തെ കിട്ടിയത് സച്ചിയുടെയും നമ്മുടെ മോളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. ആ അവന്തിയുടെ സംസാരത്തിന് തന്നെ മനസ്സിലാകും സ്നേഹവും കരുതലും എത്രത്തോളം ഉണ്ടെന്ന്. എനിക്കറിയാം, ഒത്തിരി സ്വപ്നങ്ങളും മോഹങ്ങളുമായി വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ആദ്യ രാത്രി തന്നെ ഡിവോഴ്സിനെ കുറിച്ച് കേൾക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ. കല്യാണത്തിന്റെ തലേന്ന് പോലും ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ എനിക്ക് താല്പര്യമില്ല, കല്യാണത്തിന് വരരുതെന്ന്.
പക്ഷെ സച്ചേട്ടാ, എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ താൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? എന്നിട്ടിപ്പോ താനൊന്നും പറയണ്ട. എനിക്ക് തന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. താൻ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നാളെ തന്നെ ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. എന്നിട്ട് താൻ നല്ലൊരു കല്യാണം കഴിക്കണം. നല്ലൊരു ജീവിതം ഉണ്ടാവും. ഒന്നും പറയണ്ട. സാഹചര്യങ്ങളല്ലേ മനുഷ്യനെ കണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. നമ്മളും സാഹചര്യങ്ങളുടെ ബലിയാടുകളാ. നമ്മളിനി ഇത് തലനാരിഴ കയറി വിശകലനം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. തനിക്ക് തന്റേതായ ന്യായങ്ങളുണ്ടാവും. എനിക്കും. പക്ഷേ ഒരിക്കലും തന്നെ കല്യാണ മണ്ഡപത്തിൽ പ്രതീക്ഷയല്ല. മറ്റൊരു പെണ്ണിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവന് താലി കെട്ടാൻ, കഴുത്ത് നീട്ടിക്കൊടുക്കാൻ എങ്ങനെ മനസ്സ് വന്നു തനിക്ക്? അച്ഛനു വേണ്ടി മാത്രം ഞാൻ ചെയ്ത പാതകം അധികനാൾ തനിക്കിവിടെ കഴിയേണ്ടി വരില്ല. അതിനു മുമ്പ് നമുക്ക് ഡിവോഴ്സ് വാങ്ങിക്കാം. മറ്റുള്ളവർക്ക് മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ അഭിനയിച്ച് കഴിയണം നമ്മൾ. ചേച്ചി, ചേച്ചി എന്തു പറ്റി? ചേച്ചി, ചേച്ചി എന്താ ചേച്ചി? എന്തിനെങ്ങനെ കരയുന്ന? എന്തേലും ഒന്ന് പറയ. ഇപ്പൊ കാര്യം മനസ്സിലായി. എന്റെ ചേച്ചി ഇത്രയും സില്ലിയായിരുന്നോ? ഞങ്ങള് കാണാത്തതിലുള്ള സങ്കടം, അതായത് ഹോം സിക്നെസ്. അതല്ലേ ഈ കരച്ചില്? ഇങ്ങ് വന്നേ, വാ, ഇവിടെ ഇരിക്കും. ചേച്ചി, നമ്മള് പെൺകുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ? ജനിക്കുന്നതും വളരുന്നതും ഒരിടത്തും, ജീവിക്കുന്നതും മറ്റൊരിടത്തും. ഒക്കെ അറിയാം, എന്നാലും ഒരെന്നാലും ഇല്ല. ചേച്ചി ഭാഗ്യവതിയല്ലേ? അന്തസ്സുള്ള, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരുടെ ഒരു തറവാട്ടിലേക്ക് മരുമകളായി വന്നില്ലേ? ഹായ്, എന്ത് രസമായി ഇത്. എന്താ ചെയ്യുന്നത്? ഇത് ചേച്ചി റൂമാ? ആണെങ്കിൽ നല്ല റൂമാട്ടോ. ഹായ് സ്പ്രേ.
സ്പ്രേ അതവിടെ വെക്കാൻ. ഹായ്, നല്ല മണം. ഓ നാശം, എല്ലാം നശിപ്പിക്കുമല്ലോ. എനിക്ക് വേണം. അതവിടെ വെച്ചേ. മോളെ സോറി, ഇവക്ക് കുറച്ച് കുസൃതി കൂടുതലാ. ഒരിടത്തും അടങ്ങി നിക്കില്ല. പിന്നെ വായി കൊള്ളാത്ത വർത്തമാനോ. ഇറ്റ്സ് ഓക്കെ. അനക്ക് എന്നെ ഓർമ്മയുണ്ടോ? അർച്ചനയുടെ സിസ്റ്റർ അല്ലേ? ആന്റിക്ക് എന്നെ അറിയില്ലേ? ആവണി, നിന്റെ കിന്നാരം മറിച്ചിൽ വേണ്ടാട്ടോ. ആന്റിക്ക് എല്ലാരും നല്ല പോലെ അറിയാം. എന്നിട്ടാണ് ആന്റി നമ്മളെ കാണാൻ വരാതെ മുറി അടിച്ചിവിടെ ഇരിക്കുന്നത്. അത് പിന്നെ ഐ ഹാവ് സം വർക്ക്. അതെന്ത് വർക്കാ? വാട്സ്ആപ്പ് വർക്കാണോ? ആവണി വേണ്ടാട്ടോ, വാ നമുക്ക് പോവാം. വന്നേ. ആന്റി എന്നെ വീട്. ഞാൻ പോവാ. ആന്റിക്ക് നമ്മളിവിടെ ഇഷ്ടമല്ല തോന്നുന്നു. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ശീലങ്ങളാ പാലിക്കുന്നത്. ആ ശീലങ്ങൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. സ്വകാര്യത എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എനിക്ക് ആ കാര്യത്തില് വലിയ നിർബന്ധം. സോറി അനക്ക, അവള് കുഞ്ഞല്ലേ, അറിയാതെ. അതാണ് ശീലങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ പഠിപ്പിക്കുന്നതാ. എന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ പറ്റി എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് മറ്റൊരാളുടെ മുറിയിലേക്ക് കയറി വരുമ്പോ ഒന്ന് നോക്ക് ചെയ്യണമെന്നെങ്കിലും അവളെ പഠിപ്പിക്കായിരുന്നു. പ്രത്യേകിച്ച് എന്റെ മുറിയിലേക്ക് വരുമ്പോ നിർബന്ധമായും അനുവാദം ചോദിക്കണം. അതാണ് മാന്യത. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. മനുഷ്യന്മാർക്ക് ഇത്ര അഹങ്കാരോ? ഒന്നുമില്ലെങ്കിൽ ഒരു കൊച്ചല്ലേ കയറി ചെന്നത്, വേറെ ആരും അല്ലല്ലോ. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നാണം കെടുത്തല്ലേ മോളെ. നീ വാ, നമുക്ക് പോവാം. പറ്റെങ്കിൽ അതിനെ നോടിച്ചു പിടിക്കും. മോളെ വേണ്ട, ഞാൻ അച്ഛനെ വിളിക്കോട്ടോ, പറഞ്ഞേക്കാം. എന്നാ വിളിച്ചോ? ഞാൻ നിക്കില്ല. എന്റെ പ്രശ്നോ ഇത്രയും വലിയ കമ്പനിയുടെ MD അല്ലേ, അതിന്റെ ഒരു അത് കൊള്ളാം. ഏത് കൊമ്പത്തെ രാജാവായാലും ചേച്ചിയുടെ ഭർത്താവല്ലേ. നിന്നെയും ഇങ്ങനൊരു വീട്ടിൽ കെട്ടിച്ചു വിട്ടാ നിനക്ക് മനസ്സിലാവും. നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കാൻ പറയാം. എനിക്ക് ചേച്ചിയുടെ സച്ചേട്ടനെ പോലെ ഒരാളെ മതി. ഞാൻ മാറ്റിയെടുത്ത് കാണിച്ചു തരാം. പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതെന്താ? പെർഫെക്റ്റ് ആയിരിക്കണം, എന്നെ മാത്രം സ്നേഹിക്കണം, എന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന, എന്നോട് വാതോരാതെ സംസാരിക്കുന്ന, എന്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയുന്ന, എന്തിനും ഇതിനും കൂടെ നിൽക്കുന്ന ഒരാള്, എന്റേത് മാത്രമായിരിക്കുന്ന ഒരാള്. ഹലോ ചേച്ചി, ഇവിടൊന്നും അല്ലല്ലോ. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, തലവേദനിക്കുന്ന പോലെ. കത്തി വെച്ച് ഞാൻ കൊല്ലുന്നില്ല. ചേച്ചി കുറച്ചേരം സ്വസ്ഥമായിട്ടിരുന്നു. തലവേദനയും ക്ഷീണവും ഒക്കെ മാറും. താങ്ക്സ് ഉണ്ട്. എന്തിനാ? അനൂപേട്ടന്റെ ജീവനാണ് താനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കിടയിലെ പ്രശ്നം അനൂപേട്ടനോട് താൻ പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. അത് പറയാത്തേനാ ഞാൻ നന്ദി പറഞ്ഞത്. ഞാൻ പിന്നെ എന്താ പറയേണ്ടിയിരുന്നേ? അത് നമ്മള് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചെന്നോ? അല്ല, അതിപ്പോ അതല്ലേ സച്ചേട്ടാ ഞാൻ പറയേണ്ടത്. അത് ഏത് രീതി പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അർത്ഥം മാറില്ലല്ലോ.
ശരിയാണ്. അത് ഉൾക്കൊള്ളാൻ എനിക്കേ കഴിയുന്നില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? അറിയാം. എന്നാലും ആണ്. ആ സത്യം അംഗീകരിക്കാൻ മാത്രം വിശാല ഹൃദയമൊന്നും എന്റെ സച്ചേട്ടനും ചുറ്റിനുള്ള ആൾക്കാർക്കില്ല. ഉൾക്കൊള്ളാൻ സമയമെടുക്കും. എത്ര കാലം എടുത്താലും ഉൾക്കൊള്ളാനാവില്ല സച്ചേട്ട. കാരണം അവരൊക്കെ അത്ര സന്തോഷത്തില. എന്നുവെച്ചാ ആദ്യമായിട്ടായിരിക്കും സച്ചേട്ട ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ ഭർത്താവ് ആദ്യ രാത്രിയിൽ തന്നെ ഡിവോഴ്സ് ഓഫർ ചെയ്യുന്നു. അതിനുള്ള യോഗം എനിക്കായിപ്പോയി. ഞാനിതൊന്നും പറയുന്നത് സച്ചേന്റെ സന്തോഷം കെടുത്താനല്ല. എനിക്കിപ്പോ പ്രധാനം സച്ചേന്റെ സന്തോഷം തന്നെയോ. അതുകൊണ്ട് സച്ചേന്റെ ഇഷ്ടമുള്ളത് പോലെ ചെയ്തോളൂ. എനിക്ക് തന്നോട് സോറി പറയാനുള്ള യോഗ്യത പോലുമില്ല. പക്ഷേ ഇതിൽ നല്ലൊരു ജീവിതത്തിലേക്ക് തന്നെ ഞാൻ എത്തിക്കും. ഒരു അപേക്ഷയുണ്ട്. ഇക്കാര്യം വേറെ ആരും അറിയരുത്. നമുക്കുള്ളിൽ നിൽക്കണം. എന്റെ അച്ഛനും സച്ചേന്റെ അച്ഛനും എനിക്ക് തുല്യോ. അവര് മാത്രമല്ല, എല്ലാവരും. ഇതെന്റെ ഉള്ളിൽ തന്നെ നെരിപ്പോട് പോലെ പുകയട്ടെ. അനഘേ, ചേച്ചിക്ക് രാവിലെ തന്നെ 1-2 പ്രധാനപ്പെട്ട മീറ്റിംഗുകളുണ്ട്. അച്ഛൻ ഈ ഗുളിക ഒന്ന് കൊടുക്കോ? സോറി ചേച്ചി, ഞാനൊരു ജോലിയില്ല. നെയിൽ പോളിഷ് ഇടുന്നാണോ നിന്റെ ജോലി? ഇത് ഒരു ജോലിയല്ലേ? ഞാൻ ചേച്ചിയോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ മരുന്ന് കൊടുക്കാനും പരിചരിക്കാനും ഒക്കെ ഒരു ഹോം നേഴ്സിനെ വെക്കാൻ. എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഓരോരോ ജോലികൾക്കും ഓരോരുത്തരുണ്ടാവും. ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ച് ചെയ്യേണ്ടതാണോ? അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലോ? ചേച്ചിയുടെ ഇത് ഓവർ കമ്മിറ്റ്മെന്റാ. എനിക്കത് ഇഷ്ടമല്ല. ദേ, നിന്റെ ഈ നിലമറന്നുള്ള സംസാരവും പെരുമാറ്റവും അത്ര നല്ലതല്ല കേട്ടോ. എവിടെയാണ് നീയും ഞാനും കഴിയുന്നതെന്ന് ചിന്തിക്കണം. ഞാൻ ഇതുവരെ നിന്നോടൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇനി അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. എടുത്തി, ഞാൻ കൊടുക്കാൻ മരുന്ന്. എടുത്തി ഓഫീസിൽ പോയി റെഡി ആയിക്കോ. ദാ വന്നല്ലോ ചേച്ചിയുടെ മാനസപുത്രി അവന്തിക ദി സെക്കൻഡ്. ഇനി എന്ത് വേണം? അതെ, മാനസപുത്രി തന്നെയാ. എന്താ സംശയം? ഒരാളുടെ മാനസപുത്രി ആവുന്നതേ അയാളുടെ പെരുമാറ്റം കൊണ്ടാ. നിനക്കതറിയില്ലല്ലോ. എനിക്ക് ആരുടെയും മനസ്സിലും കേറണ്ട, ഹൃദയത്തിലും കേറണ്ട. ആൾക്കാരുടെ തലയിൽ കയറുന്നതാണല്ലോ നിനക്കിഷ്ടം. മോൾ ഇതൊന്നും കാര്യാക്കണ്ട. ഇവളുടെ സ്വഭാവം ഇങ്ങനെ. എന്തൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് അറിയില്ല. അനഘ വെറുതെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി എടുത്തി.